സവർക്കർ സ്വയം വീര സവർക്കർ എന്ന് വിളിച്ച പോലെ ശശികലയെ ടീച്ചർ എന്ന് വിളിക്കുന്നുണ്ടാവും. ശശികലയെ എന്തായാലും ഞാൻ ടീച്ചർ എന്ന അഭിസംബോധന ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ന് അവിടുത്തെ പെൺകുട്ടികളടക്കം പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറഞ്ഞ കോടതിയിൽ ഈ ജാമ്യം കിട്ടാൻ കാരണമായ സത്യവാങ്മൂലം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അവിടെ അവർ ഫേസ് ചെയ്യേണ്ടി വന്നത് എന്താണ്? അത് പീഡിപ്പിക്കപ്പെടുമെന്ന ഭീഷണി, മർദ്ദനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ്. എന്തിന് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കയ്യേറ്റം ചെയ്യപ്പെട്ടു, ആൾക്കൂട്ട വിചാരണ ചെയ്യപ്പെട്ടു. അതിനുശേഷം കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അതിനു മുന്നിൽ ആഹ്ലാദ പ്രകടനം ഉണ്ടാകുന്നു, സംഘം ചേർന്ന വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിനും ശേഷമാണ് ഈ ജ്യോതി ശർമ്മ, ബജ്രംഗ് ദളിന്റെ ജ്യോതി ശർമ്മ നേരിട്ട് ആ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന ആരോപണം മുന്നോട്ട് വെക്കപ്പെട്ടത്. അപ്പോൾ ആ ആൾക്കൂട്ട വിചാരണക്കെതിരെയോ കടന്നുകയറ്റത്തിനെതിരെയോ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കുക എന്നതുപോലും ഛത്തീസ്ഗഡ് സർക്കാരിന് മുന്നിൽ ഇല്ല. പോലീസ് സ്റ്റേഷനുള്ളിൽ വെച്ച് പോലും ഭീഷണി ഏൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഈ കന്യാസ്ത്രീകളും ഇരയായ ആ പെൺകുട്ടികളും അടക്കം പറയുന്നുണ്ട്. പക്ഷേ ജാമ്യം കിട്ടിയതെന്തോ വലിയ കാര്യം. അതായത് നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യ വിശ്വാസികൾക്ക് മൊത്തം ബാധകമായ അവകാശങ്ങളുണ്ട്. പക്ഷേ അവിടെ മറ്റേതോ ഒരു ലോകമാണ്. അവിടെ നിന്നൊന്ന് പുറത്തു വരാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യം എന്ന നിലയ്ക്ക് എന്തോ പ്രിവിലേജ്ഡാണ് നമ്മളെല്ലാവരും എന്ന് വിചാരിച്ചിരുന്നാൽ മതിയോ? മാധവ്, അല്പം മുമ്പ് BJPയുടെ പ്രതിനിധി ശ്രീ KVS ഹരിദാസ് പറഞ്ഞ പോലെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇൻക്ലൂസീവ് പോളിസിയുടെ ദൃഷ്ടാന്തങ്ങളാണ് മാധവ് ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിലുള്ളത്. ആ പെൺകുട്ടികളെ കയ്യേറ്റം ചെയ്യുന്നതും ബലാത്കാരം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതും അടച്ചിട്ട മുറിയിൽ ആക്രമിക്കുന്നതും അവരുടെ സഹോദരനെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതും കന്യാസ്ത്രീകൾക്കെതിരെ മനുഷ്യക്കടത്തും മതപരിവർത്തനം എന്നുള്ള 2 കുറ്റം ചാർത്തിക്കൊണ്ട് കള്ളക്കേസെടുത്ത് 9 ദിവസം ജയിലിലിട്ടതും അതിനുശേഷം നിരന്തരം ഇത്തരം ആക്ഷേപങ്ങൾ ഈ രാജ്യത്തെ എമ്പാടും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഇൻക്ലൂസീവ് പോളിസിയുടെ ഭാഗമാണ്. വന്ന് ഈ ഇൻക്ലൂസീവ് പോളിസി ഇപ്പോൾ വോട്ടർ പട്ടികയിൽ വരെ വന്നു കഴിഞ്ഞു. ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം മനുഷ്യർ രാജ്യത്തെ നമ്മളൊക്കെ നിഷ്പക്ഷമെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഇലക്ഷൻ കമ്മീഷനിൽ പോലും നരേന്ദ്രമോദി ഇൻക്ലൂസീവ് പോളിസി നടപ്പാക്കുന്നതുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് വരെ ആളുകൾ ലക്ഷക്കണക്കിന് പേര് ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ KVS ഹരിദാസ് പറഞ്ഞത് എന്താ? അവിടെ ഈ പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടിയിട്ട് കന്യാസ്ത്രീകളുടെ നീതിക്ക് വേണ്ടിയിട്ട് BJPയുടെ സംസ്ഥാന ഘടകം സഭാ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഇടപെട്ടുവെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവർ നടത്തിയ സേവനം എന്താണ്? ആ കന്യാസ്ത്രീമാരുടെ 9 ദിവസത്തെ ജയിൽവാസത്തിന് ഉത്തരം പറയേണ്ടത് ആരാണ്? സംഘപരിവാർ സംഘടനകളും ഛത്തീസ്ഗഡിലെ BJP സർക്കാരുമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാർ സംഘടനകൾക്ക് നേതൃത്വം കൊടുത്ത്, ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ജ്യോതി ശർമ്മയ്ക്കെതിരെ കേസെടുക്കാൻ BJPയുടെ പ്രതിനിധിയായിട്ട് വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന KVS ഹരിദാസ് പറയൂ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ജ്യോതി ശർമ്മ പിടികിട്ടാ പുള്ളിയാണെന്നാണ് ഛത്തീസ്ഗഡിലെ പോലീസിന്റെ പോലും റിപ്പോർട്ടെന്ന നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ജ്യോതി ശർമ്മ എന്ന് പറഞ്ഞ ഈ ആക്ഷേപങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത സംഘപരിവാറിന്റെ ബജ്രംഗ് ദളിന്റെ നേതാവിനെതിരെ കേസെടുക്കാൻ ഇവർ പറയോ? ഈ കന്യാസ്ത്രീമാർക്കെതിരെ ചേർത്തിട്ടുള്ള ആ കള്ളക്കേസിലെ വകുപ്പുകളെല്ലാം ആ കേസ് തന്നെ കോഷ് ചെയ്ത് കളയണമെന്ന് BJPക്ക് അഭിപ്രായമുണ്ടോ? 9 ദിവസക്കാലം അവർ കഴുത്തുറങ്ങിൽ കിടക്കാൻ കാരണമായത് സംഘപരിവാർ സംഘടനകളുടെ തെറ്റായ ആരോപണവും അവരുടെ മർദ്ദനവും അതിക്രമവും ആക്ഷേപങ്ങളുമാണ് എന്ന് ഇവർ സമ്മതിച്ചു തരുമോ? ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ളത് സംസ്ഥാനത്തെ BJPയുടെ സർക്കാരാണ് എന്ന് ഇവർ സമ്മതിച്ചു തരുമോ? അങ്ങനെ സമ്മതിച്ചു തരുവാണെങ്കിൽ ഇവരുടെ വാദത്തിന് അർത്ഥമുണ്ടെന്ന് പറയാം. ശശികല ടീച്ചർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 3 മണിക്കൂർ മുമ്പ് വന്നത് ജ്യോതി ശർമ്മമാർ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വളർന്നു വരണം എന്നാണ്. മതം മാറ്റം തടയാൻ പോലീസ്, കോടതി, ഭരണ സംവിധാനം, രാഷ്ട്രീയക്കാർ ഇവരെ ഒന്നും നമ്പാൻ പറ്റില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ജ്യോതി ശർമ്മമാരെ വളർന്നു വരണം, നമ്മളെല്ലാവരും സ്വയം ജ്യോതി ശർമ്മമാരാകണം, ജ്യോതി ശർമ്മമാരെ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണയ്ക്കുക എന്നതാണ്. ഇതിപ്പോൾ BJPയുമായി ബന്ധമില്ല, ഹിന്ദു ഐക്യവേദി വേറൊരു ഗ്രൂപ്പാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഇവരെല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരേ പന്ഥാവിലാണ്, ഒരേ വോട്ട് ബാങ്കിലാണ് സ്വാധീനം ചെലുത്തുക. ഇവരൊക്കെ തള്ളി പറയാൻ പോലും തയ്യാറാകാത്ത തരത്തിലുള്ള ബന്ധവും ഈ പറയുന്ന പരിവാർ സംഘടനകൾക്കുള്ളിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് അവിടെ ഈ കന്യാസ്ത്രീകൾക്കെതിരെയും ഈ കുട്ടികൾക്കെതിരെയും പോലീസ് സ്റ്റേഷനിൽ ഉള്ളിൽ വെച്ചടക്കം അവരെ കയ്യേറ്റം ചെയ്യാൻ തയ്യാറായി ജ്യോതി ശർമ്മമാരെ നമ്മുടെ നാട്ടിലും വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാവരും അങ്ങനെയായി മാറേണ്ടതുണ്ട് എന്നതാണ് യഥാർത്ഥ ആഹ്വാനം.
അല്ല, അതിൽ സംശയം എന്താ? ഇത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കന്മാർ, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ, കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള തീവ്ര പരിവാർ സംഘടനാ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ശശികല മാത്രമല്ല. ശശികലയെ എന്തായാലും ഞാൻ ടീച്ചർ എന്ന അഭിസംബോധന ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ചെയ്യുന്ന പഠനം, പാഠ്യ പദ്ധതിയൊക്കെ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ശശികല, RV ബാബു, അതുപോലെ വിജി പേജിൽ അവരുടെ പേര് ശശികല ടീച്ചർ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പറയൂ. അല്ല, ഇത് മറ്റേ സവർക്കർ, സ്വയം വീര സവർക്കർ എന്ന് വിളിച്ച പോലെ ശശികലയെ ടീച്ചർ എന്ന് വിളിക്കുന്നുണ്ടാവും. പക്ഷെ മതേതര ബോധമുള്ള നമ്മൾ ആരും അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, KVS ഹരിദാസ് പറഞ്ഞ എന്താ? അയൽപക്കത്ത് തീപിടുത്തം ഉണ്ടായാൽ ചാടി ഇറങ്ങി സഹായിക്കണ്ടേ എന്ന്. ഈ അയൽപക്കത്ത് തീയിട്ടത് BJPയുടെ പരിവാർ സംഘടനകളാണ്, സംഘപരിവാർ സംഘടനകളാണ്. ആ അയൽപക്കത്ത് തീയിട്ടതിന് കൈയടിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചത് BJPയുടെ സംസ്ഥാന സർക്കാരാണ്. കേരളത്തിൽ പോലും ശശികലയെ പോലെ, RV ബാബുവിനെ പോലെ, വിജി തമ്പിയെ പോലെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള പരിവാർ സംഘടനാ നേതാക്കന്മാർ നിരന്തരം ഇങ്ങനെ പറഞ്ഞിട്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരോ, അല്ലെങ്കിൽ ആ മറ്റേ അനൂപനാടി അടക്കാൻ പോയ ഒരു BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടല്ലോ, അനൂപോ, അങ്ങനെ ആരാണ്ടുണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ പറയാൻ പാടില്ല, ഇത് തെറ്റാണ്, വിരുദ്ധമാണെന്ന് പറയുന്നുണ്ടോ? ഷോൺ ജോർജ് പറയുന്നുണ്ടോ? പറയില്ല. അത് പറയില്ല എന്ന അർത്ഥം എന്താ? കുറച്ചു കൂട്ടര് ഇരയോടൊപ്പം ഓടുന്നത് പോലെ അഭിനയിക്കും, വേറെ കുറെ പേര് വേട്ടക്കാരായിട്ട് തന്നെ അവര്. ഇതാണ് സംഭവിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ആളുകളും കോൺഗ്രസ് പാർട്ടിക്ക് ഒരൊറ്റ നിലപാടായിരുന്നു, ഇടതു പാർട്ടികൾക്ക് ഒരു നിലപാടായിരുന്നു, മതേതര മനസ്സുള്ള മുഴുവൻ മനുഷ്യർക്ക് ഒറ്റ നിലപാടായിരുന്നു. ഇവിടെ രണ്ട് അഭിപ്രായം ഉണ്ടായിരുന്ന ആർക്കാ? സംഘപരിവാറിന് മാത്രമാണ് രണ്ട് അഭിപ്രായം. ഒരേ സമയം ഇരയോടൊപ്പം കരയുകയും വേട്ടക്കാരോടൊപ്പം ഓടി നടന്ന് അമ്പെയ്യുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഏതെങ്കിലുമൊക്കെ ബിഷപ്പുമാരെന്ന് പറഞ്ഞ് അങ്ങ് ഒഴുക്കം മട്ടി പറയോ? കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട CBCIയുടെ കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ നേതാവായിട്ടുള്ള ക്ലിമീസ് പിതാവ്, തറയിൽ പിതാവ് പീറ്റർ കൊച്ചുപുരയ്ക്കല്, അല്ലെങ്കിൽ പോളി കണ്ണൂക്കാടൻ, അതുപോലെ മറ്റേ ഛത്തീസ്ഗഡ് രൂപതയുടെ PRO അടക്കം കൃത്യമായിട്ട് ക്രൈസ്തവ സഭകളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട്. അപ്പൊ അതിനിടയിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ആളുകൾ അഭിപ്രായം പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. ഇത് റബ്ബർ ബാൻഡ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുബോധം എന്താണ്, പൊതു നിലപാട് എന്താണ്? ഇന്ത്യയുടെ മതേതര സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്കും സർവ്വ ആദിവാസികൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുള്ള അവകാശം ഉറപ്പു നൽകണം. അത് ആരുടെയും ഔദാര്യമല്ല, ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെ ഔദാര്യമല്ല. അത് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശമാണ്. അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനെ സമരമായിട്ട് കേരളത്തിൽ നിരന്നു നിൽക്കും.